ഇല്ല ചേച്ചി, എൻ്റെ വലിയ സാധനം എന്നാ എല്ലാരും രജിസ്റ്റർ ചെയ്യും. ആണോ? നിന്റെ വലിയ മീഡിയം മീഡിയം. അയ്യോ, ഞാൻ മീഡിയത്തിൻ്റെ ആളൊന്നല്ലേ. എനിക്ക് അത്യാവശ്യം ഇത്ര ഒന്നും പോരാ, ഇത്രയെങ്കിലും വേണം. എനിക്ക് ഇവിടെ നിന്ന് തുടങ്ങി ഇത്ര വേണം, ഇവിടെ എത്തണം. എനിക്ക് ഇത്ര വേണം, എന്താ ഇത്രയെങ്കിലും വേണം. യോ, ഇത്ര വേണം. എൻ്റെ സെറ്റാവും ചേച്ചി. അയച്ചി നല്ല നാല് സാധനം കിട്ടാൻ്റെ മോനെ. നീ ഒരു ഫേക്ക് ഐ ഡി പൊക്കി പിടിച്ചോണ്ടെന്ന് ചേച്ചി വിചാരിച്ചാ കുഞ്ഞു നിൽക്കേണ്ടി വരും. താല്പര്യമില്ല. ഓക്കെ മൈന, ഇതേ അടുത്ത ആൾ ആരെ വന്നേ നോക്കിയേ. തായ്ലൻഡുകാരെ വന്നു. ഹലോ ഹായ്, ഞാൻ പോവാ. അശ്വ ചേച്ചി, തായ്ലൻഡ് വന്നു. അവൻ ഇന്ത്യ വേണ്ട അവന്. തായ്ലൻഡുകാരൻ വന്നു അശ്വ ചേച്ചി. അവൻ ഇന്ത്യക്കാരിയെ വേണ്ട, അവൻ തായ്ലൻഡ് ഫിലിപ്പൈനും അവന് പറ്റും. അത് അങ്ങനത്തെ ഒരാള്. ആണോ? അവൻ തായ്ലൻഡിന്റെ ആളാന്ന് മൈനോട് പറഞ്ഞു. അങ്ങോട്ട് പറഞ്ഞില്ല മൈന, അവന് തായ്ലൻഡേ പറ്റൂ. അവന് മലയാളികളെ പറ്റൂല, ഇന്ത്യക്കാരെ പറ്റൂല, അമേരിക്കക്കാരെ പറ്റില്ല. തായ്ലൻഡ് അത്ര പറ്റുള്ളൂ അവന്. തായ്ലൻഡിന്റെ ആണ് അത്ര സുഖം കൂടുതൽ. യെസ്, അതെ. ഷഡോവിന് പിന്നെ അങ്ങനെ ഒന്നുമില്ല. ഷഡോവിന് ഏതും പോകും. എനിക്ക് വയ്യാണ്ടായി. ഇനി രാത്രിയാണ് ഞാൻ കിടക്കടിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ് അതിനെന്താ പ്രത്യേകത, തായ്ലൻഡിന് എന്താ പ്രത്യേകത അറിയത്തില്ല. തായ്ലൻഡിന് ഞാൻ പ്രത്യേകത പറഞ്ഞുതരാം. അതായത് ഈ തായ്ലൻഡുകാര് നമ്മൾ ഇന്ത്യ പെണ്ണുങ്ങളെ പോലെയല്ല. തായ്ലൻഡിൽ നമ്മളെപ്പോലെ തന്നെ ലേഡീസാണ് അവര്. പക്ഷെ അവർക്കുടെ പ്രത്യേകത എന്താണെന്നറിയോ? അത് മലയാളികൾക്കും ഉണ്ട്, നമ്മൾ ഇന്ത്യക്കാർക്കും ഉണ്ടാകാത്ത സംഭവമേ. അത് ഞാൻ പറഞ്ഞുതരാം അതെന്താ സംഭവം. അതായത് ഈ തായ്ലൻഡ് പെണ്ണുങ്ങളുടെ പ്രത്യേകതയും ഫിലിപ്പീനി പെണ്ണുങ്ങളുടെ പ്രത്യേകത ഞാൻ പറയാം. നമ്മുടെ ഇന്ത്യക്കാർ പെണ്ണുങ്ങൾക്കുണ്ട് അങ്ങനെ, പക്ഷെ അത് എല്ലാവരിലും കാണില്ല. അതായത് ചില ആണുങ്ങൾക്ക് ഉണ്ടല്ലോ ചേച്ചി, ഞാൻ പറഞ്ഞുതരാം. മൈന പ്ലീസ് കാം, എല്ലാവർക്കും ഷെയർ ചെയ്യൂ. മൈന എവിടെ ഇരിക്കണം. ഉമ്മേ, അതായത് അതായത് ഉണ്ടല്ലോ ഈ തായ്ലൻഡുകാരുടെ ഉണ്ടല്ലോ നടു ഇങ്ങനെ പൊന്തിയിരിക്കും. ഓക്കെ, ഇവിടെ ഇങ്ങനെ താഴെ ഇങ്ങനെ ചാടിക്കിടക്കും. ഈ ചാടിക്കിടക്കുന്നത് കൊള്ളത്തില്ല. ചില നമ്മളെപ്പോലെയുള്ള ഈ മലയാളി ചെക്കന്മാർക്കാണ് തായ്ലൻഡ് പെണ്ണുങ്ങളോട് കൂടുതൽ ഇഷ്ടം. അതായത് കറുമ്പത്തികളില്ലേ, അവരുടെ ശരിക്കും ചാടിക്കിടക്കും. കണ്ടിട്ടുണ്ടോ? അപ്പുറത്ത് അങ്ങനെയുണ്ട് ഷാഡോ, അങ്ങനെയുണ്ട്. അതല്ല അവൻ തായ്ലൻഡ് എന്ന് പറഞ്ഞത്. അവന് തായ്ലൻഡ് പറ്റുള്ളൂ. അയ്യോ, അങ്ങനെയുണ്ട് ബൈനു, അങ്ങനെയുണ്ട്. അതാണ് പ്രത്യേകത പെണ്ണുങ്ങളുടെ കേട്ടാ. അങ്ങനെയുണ്ട്. തായ്ലാൻഡുകാരുടെയും കറമ്പത്തികളുടെയൊക്കെ അങ്ങനെയാണ്. അങ്ങനെയുണ്ട് ചേച്ചി. നമ്മളെയൊക്കെ നോർമലായിരിക്കും, അവരുടെ ഇങ്ങനെ കിടക്കും. അത് ചില ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് അവര് മാറ്റി. അതായത് ഞാൻ ക്ലാസ് എടുക്കുക. ഇത് കേക്ക്, ഷാഡോ കേക്കട്ടെ. ദിൽസു കേക്ക്. ദിൽസുവിന് എങ്ങനത്തെ ഇഷ്ടം എന്നൊക്കെ എനിക്കറിയാം. ദിൽസുവിന് നോർമലാട്ടോ മൈന ഇഷ്ടം. അവന് ചാടിക്കിടക്കുന്ന ഇഷ്ടമല്ല. അവന് തായ്ലൻഡ് ഇഷ്ടമല്ല. ദിൽസുവിന് തായ്ലൻഡ് ഇഷ്ടമല്ല. അവനിഷ്ടം അവന് ഏതാ ഇഷ്ടം എന്നറിയോ? ചേച്ചിക്ക് അറിയാലോ ദിൽസുവിന് ഏതാ ഇഷ്ടമെന്നു. അത് തന്നെ. ഷടവേ, നിനക്ക് ഏത് ആൾക്കാരുടെ ആടാ ഇഷ്ടം? എന്താ ചാടിക്കിടക്കുന്നതോ എൻ്റെ ചോയലേ, നീ ചെറിയ ചക്കൻ. എൻ്റെ ദൈവമേ, തികഞ്ഞില്ല ജോയലേ, പ്രായപൂർത്തിയായില്ല നിനക്ക്. നീ ലണ്ടനിൽ അങ്ങനെ വഴുതിട്ട് പോവാടാ. നല്ല ഇംഗ്ലീഷുകാരുടെ കൂടെ. ചേച്ചി, നമ്മുടെ ജോയൽ കഥ കേട്ടപ്പോ പൊന്തി വന്നേക്കണു. ജോയലേ പറഞ്ഞതോ. അതായത് ദിൽസു, ഞാൻ എല്ലാമേ ട്രൈ ചെയ്തു. ചേച്ചി
ദിൽസു മൈന കേട്ടാ ഷടവ് എല്ലാവരും ട്രൈ ചെയ്തു. എന്നിട്ട് എനിക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? ആ ജോയിൽ ചെറിയ ചങ്ങാട് പറഞ്ഞു കൊടുക്കാനാ. ദിൽസേ നിന്നെ പിടിച്ച് കുനിച്ചുർത്തു ഞാൻ. ദിൽസു പിന്നെ അങ്ങനെ ട്രൈ ചെയ്യൂല. ഷടവ് എന്നോട് പറഞ്ഞു തരണേ. അതാണ് അവന് പല തോട്ടത്തിൽ നെയ്യപ്പത്തിനോട് കൂടുതൽ ഇഷ്ടം. ഷടോവിന് തിന്ന് ചക്കൻ വയററിഞ്ഞു. അപ്പം ടേസ്റ്റ് ചോദിച്ചു നോക്കണല്ലോ എവിടത്തെയാന്ന്. ജോയലോ ദിൽസു നീ പോവോ? ആ ഷടവിന് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഖത്തറിൽ ലീവാ. അവ അല്ലാമേ കാണാമേ എന്തൊന്നു എല്ലാം കാണണമേ. എല്ലാം കാണണം. മൈനു അവനെല്ലാം ഒന്ന് രുചിച്ചു നോക്കണം, എല്ലാം ഒന്ന് പൊന്തിച്ചു നോക്കണം. വിരിഞ്ഞതാണോ വിരിയാത്തയാണോ, മുട്ട ആണോ, പൊന്തിയതാണോ പൊന്താത്തയാണോ എന്ന്. ദിൽസുവിന് പിന്നെ പൊന്തിയത് ഇഷ്ടമെന്ന് എനിക്കറിയാം. ദിൽസുവിന് പിന്നെ പൊന്താത്ത ഇഷ്ടമല്ല. ദിൽസുവിന് നല്ല വണ്ണമുള്ളവരെ നല്ല പൊന്തി അതിഷ്ടം ദിൽസുവിന്, അതെനിക്കറിയാം. ഷടോവിൻ്റെ എനിക്കിഷ്ടം എന്താണെന്നറിയില്ല. ഷടോവിന് ഷടവ് നിനക്കാടാ. എനിക്കും പൊന്തിയതാണ് ഇഷ്ടം. എൻ്റെ ദിൽസുട്ടിന് പിന്നെ പൊന്തിയതാന്ന് മറ്റാരെക്കാളത്ത് നന്നായിട്ട് എനിക്കറിയാം. അതെനിക്ക് അറിഞ്ഞിട്ടേ മറ്റുള്ളവർക്ക് അറിയൂ. എല്ലാവരും വന്നു. ഇസ്രോ എൻ്റെ മോളെ ഇസ്രോ എത്തി. ചേച്ചി എന്നെ ചാടി കിടക്കുന്നത് എല്ലാവരും എത്തിയിടോ. ഇസ്രോ എല്ലാവരും കൂടെ എത്തി. ഇസ്രോ ദിൽസു കൂടെ എത്തി, ഷടോവ് എത്തി, കിടുമോൻ എത്തി, ജോയൽ എത്തി, എല്ലാവരും എത്തി. ആരുടെ ചാടിയ ഞാൻ അറിഞ്ഞില്ലല്ലോ. കിടുമോനെ തായ്ലൻഡുകാരുടെ എന്തൊരു ചാടി കിടക്കണം ആ ചക്കന് പറഞ്ഞു കൊടുക്കുവോ? നീയല്ലേ തായ്ലൻഡ്? ഷടോയെ പോവല്ലേ, ഈ കിടുമോനാ തായ്ലൻഡിന്റെ ആള്. ആ ജോയല് ചക്കന് വേർ ഈസ് മൈ അഷബഡിയർ. എടാ നീ തായ്ലൻഡിൽ പോയതല്ലേ? നമ്മുടെ ജോയലിന് പറഞ്ഞു. ജോയലേ അവൻ ചെറിയ പയ്യനാ, 23 വയസ്സുള്ളൂ, ലണ്ടൻകാരനാ. അവൻ എന്താ താഴെ വീണ് ചാടി. മലയാളീസിലുണ്ട് അങ്ങനെ. അതായത് ഈ ചാടുന്ന കാണുമ്പോൾ ഒരുപാട് നെയ്യപ്പം തിന്നിരിക്കുമ്പം താഴെ വീണ് കൊടുക്കും. അത് കൊള്ളത്തില്ല. അതൊരിക്കലും നമ്മൾ തിരിഞ്ഞു നോക്കരുത്. അതായത് തായ്ലൻഡുകാരുടെയും ഇല്ല, എനിക്ക് കുനിഞ്ഞു നിന്ന സാധനം ഇഷ്ടം. മനസ്സിലായില്ല? മൈനോ ഒന്ന് പറഞ്ഞു കൊടുക്കും മൈന. അതായത് നെയ്യപ്പം നിന്ന രണ്ടുണ്ട് ഗുണം. അല്ല വിജി അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. ഇസ്രോ ഇടുവാ പ്ലീസ് കം ഇടുവാ മൈനോ. ഇനി ഇതിൽ കൂടി ഞാൻ എങ്ങനെ ചെക്കൻ ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കുക ഈശ്വര ഈ കൊച്ചിന്.